ഓരോ യാത്രകളും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും തരണേ. ഏതോ വലിയൊരു വ്യക്തി പറഞ്ഞാണ് കേട്ടോ, അത് മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു ഒന്ന്. പറഞ്ഞു വന്നേ, ഇവിടെ ഈദ് ഹോളിഡേസ് ആയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. വീട്ടിലുള്ള സകല ആക്രി സാധനങ്ങളും ദേ ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അതാരണം എന്താ, കൊച്ചു ലാവിഷായിട്ടിരുന്ന് കളിയായിരുന്നു. കുറെ നേരം പുറത്തേക്ക് നോക്കിയിരിക്കും. ഞാൻ നല്ല നല്ല വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ച് ഗ്ലാസ് ഒന്ന് ഡൗൺ ചെയ്യും. അപ്പൊ തന്നെ കൈ പൊള്ളണ കാരണം നേരെ ഗ്ലാസ് കയറ്റിടും. ഇത് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ അബുദാബിക്കാണ് പോയത്. അബുദാബി എത്തിയില്ല, അതിനു മുമ്പേ പ്ലാൻ മാറ്റി നേരെ ഹത്തയിലേക്കാക്കി. പോണ സ്ഥലത്ത് കുറച്ച് സമാധാനം ശാന്തതയും വേണം എന്നുള്ള നിർബന്ധം കാരണേ. പക്ഷെ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, നിന്ന് തിരിയാൻ സ്ഥലമില്ല, അമ്മാതിരി ക്യൂ. ഈ പൊരിവെയിലത്ത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ കടയ്ക്ക് വന്നത്. നോട്ട് ദ പോയിന്റ്, ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്ടോ ഹത്തയിലേക്ക് വരണേ. പക്ഷെ ഇതൊരു വല്ലാത്ത വരവായിപ്പോയി, ഒന്നും പറയണ്ട. ഹത്ത തന്നെ വെറുത്തു പോയി എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ കിടിലൻ സ്ഥലമാണ് കേട്ടോ. എന്തോരം ആൾക്കാരാ, നമ്മളെ പോലെ തന്നെ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരും വന്നത്. നട്ടപ്പുറ വെയിലത്ത് കരിഞ്ഞുണങ്ങിപ്പോയി. ഇതേ മേട്ടിലേക്കുള്ള ഫ്രീ ഷട്ടിൽ ബസ്സാണേ. അത് കയറാൻ ഈ പൊരി വെയിലത്ത് ക്യൂ നിൽക്കുന്നവരാണ് ഈ കാണുന്നത്. ചെറിയ മക്കളെയും കൊണ്ട് ഈ ഡാം കാണാനൊന്നും നമുക്ക് ക്യൂ നിന്ന് മേളിലെത്തൽ നടക്കില്ല കേട്ടോ. അത് കാരണം ഞങ്ങളിതേ ആ ആഗ്രഹം അങ്ങോട്ട് വിട്ടളഞ്ഞു. നേരെ വണ്ടിയിലേക്ക് ഓടണേ. നട്ടപ്പുറ വെയിലത്ത് ആരും ഹത്തയിലേക്ക് വരണ്ട. അപ്പൊ ശരി, ബൈ.